ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിന് സമീപം കുമ്പളങ്ങാട് റോഡിൽ പണി പൂർത്തിയാകാതെ കിടക്കുന്ന കലുങ്ക് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയാകുന്നതായി പരാതി. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഈ ഗുരുതരമായ അനാസ്ഥ തുടരുന്നത്. ഏതാണ്ട് 3 മാസത്തോളമായി ഈ കലുങ്കിന്റെ പണി പൂർത്തിയാകാത്ത നിലയിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ കിടക്കുകയാണ്. റോഡിലെ അപകടകരമായ വളവിനോട് ചേർന്നാണ് ഈ കലുങ്ക് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഈ വഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഇത് വലിയ രീതിയിൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് പൊതുപ്രവർത്തകൻ വി അനിരുദ്ധൻ പറയുന്നു. ഏതാണ്ട് 3 മാസത്തോളമായി കുറച്ച് പണിതിട്ട് ബാക്കിയിട്ടിരിക്കുന്നു. അവിടെ കുട്ടികൾ വന്നാൽ സ്കൂൾ തുറക്കുകയാണ് 1-ാം തീയതി. ഇതിലെ ധാരാളം കുട്ടികൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്, ബസ് ഉള്ള സ്ഥലമാണ്, വാഹനങ്ങൾ കുമ്പളങ്ങാടേക്ക് പോകുന്ന വാഹനങ്ങളുള്ള സ്ഥലമാണ്. ഇവിടെ കുട്ടികൾ വന്നാൽ, കുട്ടികൾ നടക്കുമ്പോൾ എവിടെയാണ് സ്ഥലമുണ്ടാകുക? വണ്ടി വന്നു കഴിഞ്ഞാൽ ഈ പണി സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപേ തുടങ്ങി കുറച്ച് പണിതിട്ടിരിക്കുന്നതാണ്. ഇതൊന്ന് തീർക്കേണ്ടതല്ലേ? അധികാരികൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? അവിടെ ഒരു ഹോളുണ്ട്. ഇത് പണിത് വന്നതിൻ്റെയും നേരത്തെ ഉള്ളത് പൊട്ടിച്ചതിൻ്റെയും കൂടി ഒരു ഹോള് താഴേക്ക് നിൽക്കുന്നുണ്ട്. അതിൽ കുട്ടികളുടെ കാല് പോകും. അതിൻ്റെ ഇപ്പുറത്തൊരു ഹോളുണ്ട്, അവിടെ കാല് പോകും. ഇവിടെ ധാരാളം പട്ടികളുള്ള സ്ഥലമാണ്. ഈ പട്ടികൾ ഓടിക്കഴിഞ്ഞാൽ, ആ പട്ടികൾ ഓടിയാൽ അപകടങ്ങൾ ധാരാളം ഉണ്ടാവും. കാരണം വഴിയില്ല, കുട്ടികൾക്ക് പോകാൻ സ്ഥലമില്ല. ഇതോടുകൂടി ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു അധികാരിയും ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. ഇവിടെ ഇത് PWD റോഡാണെന്നാണ് മനസ്സിലാക്കുന്നത്. PWD എൻജിനീയേഴ്സും അതുപോലെ ജനപ്രതിനിധികളും MLA വളരെ ആക്റ്റീവാണെന്നാണ് പറയുന്നത്. അദ്ദേഹവും ഒക്കെ ഇടപെട്ട് ഈ കലുങ്ക് ഏറ്റവും വേഗം തീർക്കുന്നതിനുള്ള നടപടി അധികാരികളുടെ ഭാഗത്തുണ്ടാകണമെന്നും, അപകടമുണ്ടായതിനു ശേഷം എല്ലാവരും ഓടി വന്നിട്ട് ഒരു പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല. അപകടമില്ലാതെ സംരക്ഷിക്കേണ്ടതാണ് എല്ലാവരുടെ ആവശ്യമെന്ന് ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂൾ തുറക്കുന്നതോടെ ഈ റോഡിലൂടെ 100 കണക്കിന് വിദ്യാർത്ഥികളാണ് കടന്നു പോകേണ്ടത്. കുട്ടികളുടെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇടപെടണമെന്നും കലുങ്ക് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ഗേൾസ് സ്കൂളിന് മുന്നിലൂടെ പോകുന്ന തുറസായ ഓടയ്ക്ക് സ്ലാബുകൾ നിർമ്മിച്ച് സുരക്ഷിതമാക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു. You are watching VCV News.